കുത്തിക്കീറൽ ആയുധത്തിന് മൂർച്ച കൂട്ടുന്നവർക്കെതിരെ സഖാക്കളെ, ഭരണഘടനയാണ് സമരായുധം. ആൻസി ജെയിംസ്, BA ഇക്കണോമിക്സ്. വളരെ മെച്ചപ്പെട്ട ഒരു ഭരണഘടനയാണ് നമുക്കുള്ളതെങ്കിലും വളരെ മോശപ്പെട്ട ഒരു കൂട്ടരാണ് ഭരിക്കാൻ ക്ഷണിക്കപ്പെട്ടതെങ്കിൽ ആ ഭരണഘടനയും വികൃതമാക്കപ്പെടും. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഈ വാക്കുകളെ ഭീതികരമായി അന്വർത്ഥമാക്കുന്ന ഭരണാധികാരികളാണ് ഇന്നത്തെ ഇന്ത്യക്കുള്ളത്. ഭരണഘടന ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ലോകത്തിലെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്താണ് ഇന്ത്യൻ ഭരണഘടന. അത്യന്തം ദീർഘവീക്ഷണത്തോടെ മഹാനുഭാവന്മാർ വാർത്തെടുത്ത ഈ ഗ്രന്ഥത്തിൽ അതുൾക്കൊള്ളുന്ന ഓരോ വരിയിലും കൃത്യമായും വ്യക്തമായും ജനാധിപത്യത്തിൻ്റെ, മതനിരപേക്ഷതയുടെ, തുല്യതയുടെയുമൊക്കെ രാഷ്ട്രീയം കുടികൊള്ളുന്നു. എന്നാൽ ഇക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദശാബ്ദത്തിനൊപ്പം മുറിവേറ്റ ഭരണഘടനയാണ് ഇന്ന് നമ്മൾക്കുള്ളത്. ഭരണഘടന ഉറപ്പു തരുന്ന 6 അടിസ്ഥാന മൗലികാവകാശങ്ങളെ വെട്ടിക്കീറി ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളെയും പിഴുതെടുത്ത് അമ്മാനമാടി തൻ്റെ സിംഹാസനത്തിൽ അമർന്നിരുന്ന് ചെങ്കോലുയർത്തി ആജ്ഞാപിക്കുന്ന ഏകാധിപതിയുടെ നാളുകളാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. ഭരിക്കുന്നവർക്ക് ദഹിക്കുന്നവ മാത്രം ഭരണഘടനാപരവും നിയമപരവും, മറിച്ചുള്ളവ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാകുന്നു. ചൂണ്ടുവിരലുകൾ അറുത്തെറിയപ്പെടുന്നു. നാവുകളില്ലാത്ത മനുഷ്യർക്ക് പ്രിയമേറുന്നു. എവിടെ നിന്നാണോ നമ്മൾ ചങ്ങല പൊട്ടിച്ച് കോട്ട കൊത്തളങ്ങൾ തകർത്തുകൊണ്ട് കരുത്താർജിച്ച് ഇവിടം വരെ എത്തിയത്, അവിടേക്ക് തന്നെ നമ്മെ തിരിച്ചു കൊണ്ടുപോകാൻ വെമ്പുന്ന വർഗീയതയുടെയും വെറുപ്പിൻ്റെയും ഭിന്നിപ്പിച്ച് ഭരിക്കലിൻ്റെയും വിഷം കുത്തിവയ്ക്കപ്പെടുന്നു അനുനിമിഷം. ചരിത്രവും ഭരണഘടനയും സമാന്തരമായി തിരുത്തപ്പെടുന്ന, ന്യൂനപക്ഷങ്ങളുടെ മേൽ അടിച്ചമർത്തൽ നടത്തുന്ന, നിറത്തെ കൂടി ഭിന്നതയ്ക്ക് പാത്രമാക്കുന്ന കാലം. 1950 നിലവിൽ വന്ന അത്യാവശ്യ ഭേദഗതികൾ മാത്രം നടന്നു പോന്നിരുന്ന ഇന്ത്യൻ ഭരണഘടനയെ തെല്ലും മാനിക്കാതെ മനുസ്മൃതിയെ, അംബേദ്കർ തീയിലരിച്ച അതേ മനുസ്മൃതിയെ അവർ ശിരസാ വഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തു പഠിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു, എന്തു പഠിക്കേണ്ട എന്നും. അധിനിവേശ ശക്തികളുടെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും പട്ടികയിൽ ചിലവ മാഞ്ഞുപോകുന്നു. മറ്റു ചിലവ സൗകര്യപൂർവ്വം തെളിഞ്ഞു വരുന്നു. ചരിത്രം ചരിത്രമല്ലാതെയാകുന്നു. ശാസ്ത്രത്തിൽ നിന്ന് മന്ത്രവാദത്തിലേക്ക് തിരിഞ്ഞു നടക്കുന്നു. അവർക്കാവശ്യം അവരുടെ വീരകഥകൾ പാടി നടക്കുന്ന ഒരു വലിയ കൂട്ടത്തെ മാത്രം. അവരെ വെറുപിടിപ്പിക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തിലെ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ വാക്കുകളാണ്. ഭാരതാംബയ്ക്ക് കാവിക്കൊടി കയ്യിൽ പിടിപ്പിക്കുന്ന തിരക്കിൽ, ആർഷഭാരത സംസ്കാരം കുത്തി നിറയ്ക്കുന്ന തിരക്കിൽ അവർ മറന്നതായി ഭാവിക്കുന്നത് സ്വാഭിമാനവും അന്തസ്സും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പെൺമക്കളെയാണ്. വിശുദ്ധയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന, കലാപഭൂമികയിൽ നഗ്നരായി നടത്തപ്പെടുന്ന പെൺഭാവിയെയാണ്. ഇന്ത്യ എന്ന പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കിനെ സംവിധാനം ചെയ്തിരിക്കുന്നത് മഹത്തായ ഭരണഘടന മുഖാന്തരമാണ്. ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അടിസ്ഥാന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നതും ഭരണഘടനയിലൂടെയാണെന്നിരിക്കെ, സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവത്തിൻ്റെ ആരവങ്ങൾക്കു പിന്നിൽ മായ്ച്ചു കളയലിൻ്റെയും മുറിച്ചുമാറ്റലിൻ്റെയും കുത്തിക്കീറലിൻ്റെയും രാഷ്ട്രീയം അരങ്ങേറി നടമാടുന്നു. മൗലികാവകാശങ്ങൾ പോലും നോക്കുകുത്തിയാവുന്നു. ഭരണഘടനയുടെ ഭാഗം 3 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ നമ്മുടെ 6 മൗലികാവകാശങ്ങളെക്കുറിച്ച് വിശദമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ടും കറുപ്പിനെയെന്നും ഭീകരതയുടെ പഴംതുണിയിൽ പൊതിയുന്ന, അവർണതയെയും മുൻധാരണകളെയും കൂട്ടിക്കെട്ടുന്ന, റിസർവേഷനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന, തൊട്ടുകൂടായ്മയെയും തീണ്ടിക്കൂടായ്മയെയും ആചാരമായി കൊണ്ടു നടക്കുന്ന, മൃഗത്തെ ആരാധിച്ച് മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന, രാജഭരണമെന്ന വിഴുപ്പിൻ്റെ മാഹാത്മ്യത്തെ ഇന്നും പാടി നടക്കുന്ന ഇന്ത്യക്കാരുള്ള ഇന്ത്യയിൽ, വ്യവസ്ഥിതികളിൽ ചലനമുണ്ടാക്കാത്ത ഇന്ത്യയിൽ നമ്മൾ ആരുമെന്നും തുല്യരല്ല. ഗൗരി ലങ്കേഷും കൽബുർഗിയും പൻസാരയും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മറ്റനേകരും ദുരൂഹമരണത്താൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ രക്തസാക്ഷികളായി. അരുന്ധതി റോയിയും പെരുമാൾ മുരുകനും കുരീപ്പുഴയും അങ്ങനെ 1000 തൂലികകൾ വേട്ടയാടപ്പെടുന്നു. ഒരു വശത്ത് എമ്പുരാനും ഫൈനൽ സൊല്യൂഷനും സന്തോഷും ഫുലെയുമൊക്കെ അരിയപ്പെടുമ്പോൾ, മറുഭാഗത്ത് കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും സ്വതന്ത്ര വീര സവർക്കറും ചാവയും മുറിവേതുമേൽക്കാതെ പ്രൊപ്പഗണ്ട പരത്തുന്നു. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ 106-ാം സ്ഥാനം അലങ്കരിക്കുന്നു. ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ സംസാരിക്കാൻ അറിയാത്ത, സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഇൻ്റർവ്യൂകളെയും ഓപ്പൺ പ്രസ് കോൺഫറൻസുകളെയും ഭയക്കുന്ന പ്രധാനമന്ത്രിയുള്ള രാജ്യത്ത് BBC-യുടെ ദ മോദി ക്വസ്റ്റ്യൻ നിരോധിക്കപ്പെടുന്ന സ്വാഭാവിക കാഴ്ച നാം കാണുന്നു. ആട്ടിൻതോലിട്ട ചെന്നായ്കളുടെ ദംഷ്ട്രകൾ കണ്ടവരെ കാണാതെയാക്കുന്നു, കണ്ണടച്ച് ഇരുട്ടാക്കുന്നു.
ഒപ്പം കോടിക്കണക്കിന് ഇന്ത്യക്കാർ നിർബന്ധിതമായി തൊഴിലെടുക്കുന്ന സാമൂഹിക സുരക്ഷാ കോഡെന്ന തൊഴിലാളി വിരുദ്ധ നിയമം നിലവിൽ വന്ന ലോകത്തിലെ 10-1 ബാലവേല നടക്കുന്ന ഇന്ത്യയിൽ നാം എങ്ങനെയാണ് നല്ലൊരു നാളെ സ്വപ്നം കാണേണ്ടത്? ചാതുർവർണ്ണയത്തിൻ്റെ ചെളിക്കുഴിയിൽ മുത്തിനെ തപ്പുന്ന ദയനീയാവസ്ഥ ഇന്നും ദൃശ്യമത്രേ. പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിച്ച് സംസാരിച്ച പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇന്നും സിംഹാസനസ്ഥരാണ്. CIA ഉൾപ്പെടെയുള്ള കരിനിയമങ്ങളും കാശ്മീരിലും മണിപ്പൂരിലും ഉൾപ്പെടെയുള്ള കണ്ണടയ്ക്കലുകളും നാം മറക്കില്ല. നാനാത്വത്തിൽ ഏകത്വവും വൈവിധ്യങ്ങളും തച്ചുടച്ച് നമ്മൾ ഒരു ദേശം, ഒരു ഭാഷ, ഒരു തെരഞ്ഞെടുപ്പ് എന്നിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അലിഘഡ് ഹരിഘട്ടാകുന്നു, ഫിറോസാബാദ് ചന്ദ്രനഗറാകുന്നു, മുഗൾ ഗാർഡൻ അമൃത് ഉദ്യാനമാകുന്നു. ദേവീ ദേവനാമസ്ഥരുടെ വ്യക്തികളായാലും മൃഗങ്ങളായാലും കലാസൃഷ്ടികളായാലും വിധി ദുരിതപൂർണമാകുന്നു. ചരിത്രകാരനായ യുവാൽ നോവ ഹരാരി പ്രസ്താവിച്ചതുപോലെ നമ്മൾ സത്യാനന്തര വംശമായി മാറിക്കഴിഞ്ഞു. കള്ളങ്ങളുടെയും കെട്ടുകഥകളുടെയും ലോകത്ത് നമുക്ക് ജീവിക്കേണ്ടി വരുന്നു. എന്നിരുന്നാലും സത്യത്തെ തമസ്കരിക്കുന്നവർക്കെതിരെ, കുത്തിക്കീറൽ ആയുധത്തിന് മൂർച്ച കൂട്ടുന്നവർക്കെതിരെ സഖാക്കളെ, ഭരണഘടനയാണ് സമരായുധം. കാലം ഇനിയും ഉരുളും.